ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഡെലിവറി എക്സ്പീരിയൻസിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഇത് ഞാനിങ്ങനെ ഓരോ പാർട്സായിട്ട് എടുക്കണം എന്ന് വിചാരിച്ചൊരു വീഡിയോ അല്ല, പക്ഷേ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം എനിക്കിതിനെ പാർട്സ് ആക്കേണ്ടി വന്നു ഗൈസ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇതിപ്പം ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് വന്നാൽ നന്നായിരിക്കും. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ എവിടെയായിരുന്നു നിർത്തിയത്? ഡോക്ടർ വന്നിട്ട് പറഞ്ഞു നമ്മൾ കുറേ അവേഴ്സായിട്ട് വെയിറ്റ് ചെയ്യുമല്ലേ, ഡൈലേഷനൊന്നും ആയിട്ടില്ല, 2 സെൻറ്റിമീറ്റർ ആയിട്ടുള്ളൂ, അപ്പം നമുക്ക് സിസേറിയൻ ചെയ്യാമെന്ന് എന്നോട് പറഞ്ഞു. അപ്പം വീണ്ടും പെട്ടെന്ന് ഞാൻ സിസേറിയൻ എന്ന് കേട്ടപ്പം എനിക്ക് ടെൻഷനായി. പക്ഷേ ഞാൻ എന്നെ പറഞ്ഞ് സമാധാനിപ്പിച്ചു, കുഴപ്പമില്ല, നമ്മൾ സിസേറിയനൊക്കെ കഴിഞ്ഞ് കുഞ്ഞിനെയും കൊണ്ട് വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോയി. അവരെന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നതിന് മുന്നേ ഒന്ന് പുറത്തിറക്കി എൻ്റെ ഹസ്ബൻഡിനെയും പേരൻസിനെയും ഒക്കെ ഒന്ന് കാണിച്ചു. അത് കഴിഞ്ഞിട്ട് നേരെ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കൊണ്ടുപോയി. എന്നിട്ട് ഡോക്ടർ പതുക്കെ എന്നോടിങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ചോദിച്ച് പതുക്കെ എനിക്ക് അനസ്തേഷ്യയൊക്കെ തന്ന് ഓപ്പറേറ്റ് ചെയ്ത് എൻ്റെ ബേബീനെ പുറത്തെടുത്തു. എന്നിട്ട് എനിക്കിങ്ങനെ ബേബീനെ ഒന്ന് കാണിച്ചു തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, നസ്മ ഇത് മോളാണ്, പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞു. അതെനിക്ക് ഓൾറെഡി അറിയാമായിരുന്നു, കാരണം നമ്മൾ 7 മാസം വരെ ദുബൈയിലായിരുന്നു. അപ്പം 5th മന്തിൽ നമ്മൾ അനോമലി സ്കാൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ജെൻഡർ അറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം അതെനിക്കറിയായിരുന്നു. അങ്ങനെ മോളെ കാണിച്ച ആ ഒരു നിമിഷം എന്ന് പറയുന്നത് എന്താ പറയുന്നത്, എന്നും എൻ്റെ മനസ്സിലിങ്ങനെ വളരെ സ്പെഷ്യലായിട്ട് നിൽക്കുന്ന ഒരു ഓർമ്മയാണ്. അത് ശരിക്കും അടിപൊളി മൊമെൻ്റാണ്. നമ്മളിങ്ങനെ 9 മാസം കൊണ്ട് നടന്ന ആ കുഞ്ഞിനെ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ആ ഒരു നിമിഷം എന്ന് പറയുന്നത് അത് അടിപൊളിയാണ്. അങ്ങനെ പിന്നെ എന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനെയും പേരൻസിനെയൊക്കെ എനിക്ക് കാണിച്ചു തന്നു. ആ സമയത്ത് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചു, നിബിനു നമ്മുടെ കുഞ്ഞിനെ കണ്ടോ എന്നിങ്ങനെ ചോദിച്ചു. ആ സമയത്തുള്ള എൻ്റെ ഒരു ഇമോഷൻ എന്ന് പറയുന്നത് സന്തോഷവും സങ്കടവും എക്സൈറ്റ്മെൻറ്റും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു പ്രത്യേക ഇമോഷനായിരുന്നു. അതും എന്നും എൻ്റെ മെമ്മറിയിലുണ്ട്. ഞാനിങ്ങനെ നിബിനോട് ചോദിക്കുന്നത്. അങ്ങനെ പിന്നെ എനിക്ക് ശരിക്കും ഒന്നും ഓർമ്മയില്ല. പിന്നെ ഞാൻ കണ്ണ് തുറക്കുന്നത് December 27. അതെ 25th കയറ്റി 26, ഓക്കെ 27. അപ്പം 27 മോർണിംഗ് ഒരു 2 മണി 2:30 ആ സമയത്താണ്. അപ്പം ഞാനിങ്ങനെ കണ്ണ് തുറന്നപ്പം ഞാനൊന്ന് എഴുന്നേക്കാൻ നോക്കി. അപ്പം എനിക്ക് മനസ്സിലായി എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല എന്ന്. അപ്പം ഞാനിങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ നോക്കിയപ്പം കുറേ ആൾക്കാർ ഇതുപോലെ സർജറി കഴിഞ്ഞ് വന്നവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് മനസ്സിലായി ഞാൻ ICUലാണ് എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ എൻ്റെ വയറ്റിലോട്ടൊന്ന് നോക്കി. അതുവരെ വീർത്തിരുന്ന വയറാണല്ലോ, പെട്ടെന്ന് വയറ് താന്ന് ഇങ്ങനെ ഒന്നുമില്ല, കുഞ്ഞ് പുറത്തേക്ക് വന്നു. അങ്ങനെ ഓർത്തപ്പോൾ എനിക്ക് ആ സമയത്ത് എന്തോ ഒരു വല്ലാത്തൊരവസ്ഥ. എനിക്കത് പറയാൻ അറിയത്തില്ല, പക്ഷേ എനിക്ക് ആ സമയത്ത് എന്തോ ഒരു വിഷമം, ഒരു സങ്കടം ഒക്കെ തോന്നുക. എന്നിട്ട് എനിക്ക് എൻ്റെ കുഞ്ഞിനെ കാണാൻ അങ്ങ് കൊതി തോന്നുക. അറിയാമല്ലോ, ICUവിൽ നമ്മളെ ഇങ്ങനെ എന്താ പറയുന്നത്, കിടത്തിയിട്ട് പിറ്റേ ദിവസം നമുക്ക് തന്നെ നടക്കാനും ഒക്കെ പറ്റുന്നുണ്ടെങ്കിലാണ് അവർ നമ്മളെ അടുത്ത ദിവസം റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ടെൻഷനായി. എനിക്ക് ആ സമയത്ത് ഹസ്ബൻഡിനെയും കാണണം, എൻ്റെ കൊച്ചിനെയും കാണണം. കൊച്ചിനെ ആക്ച്വലി ഓപ്പറേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ NICUവിലേക്ക് മാറ്റി. അപ്പോൾ ബേബി NICUവിലാണ് ഉള്ളത്, ഞാനിവിടെ ICUവിലും, ഹസ്ബൻഡൊക്കെ റൂമിലും. അപ്പോൾ ഞാനിങ്ങനെ എനിക്കെന്തോ ഒരു വിഷമവും ടെൻഷനും ഒക്കെ ആയിട്ട് ഞാനിങ്ങനെ കിടക്കുക. അപ്പോൾ എൻ്റെ തൊട്ടപ്പുറത്ത് കിടന്ന ഒരു ചേച്ചി, എന്താ പറയുക, വളരെ കൈൻഡായിട്ടുള്ള ചേച്ചിയാണ്. ആ ചേച്ചി ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു, സാരമില്ലടാ, വിഷമിക്കണ്ട, നമുക്ക് നാളെ രാവിലെ റൂമിൽ പോകാമല്ലോ, അപ്പോൾ ബേബീനെയും ഹസ്ബൻഡിനെയും ഒക്കെ കാണാമല്ലോ, ടെൻഷൻ ആവണ്ട, സമാധാനമായിട്ട് ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ് എന്നെ ഇങ്ങനെ ആശ്വസിപ്പിച്ചു. ആ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ദാഹിക്കുവാണ്. ദാഹം എന്ന് പറഞ്ഞാൽ ഭയങ്കര ദാഹം. എന്നെ ലേബർ റൂമിൽ കയറ്റിയ ആ നിമിഷം തൊട്ട് ഈ ICUവിൽ കിടക്കുന്ന ആ നിമിഷം വരെ ആഹാരപാനീയങ്ങളൊന്നും തന്നെ ഞാൻ കഴിച്ചിട്ടും കുടിച്ചിട്ടും ഒന്നുമില്ല. അത് കാരണം എനിക്ക് ഭയങ്കര ദാഹമുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ ചോദിച്ചു, നഴ്സിനോട് പറഞ്ഞു എനിക്ക് ഇച്ചിരി വെള്ളം തരണം, വെള്ളം വേണമെന്ന് പറഞ്ഞു. അപ്പം നഴ്സ് പറഞ്ഞു
ഇപ്പം തരാൻ പറ്റത്തില്ല, കുറച്ച് കഴിഞ്ഞിട്ട് തരാം. ഓക്കെ, അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് വെള്ളം കൊണ്ടു തന്നു. അത് ഒരു ചെറിയ അടപ്പിൻ്റെ അകത്ത് ഇച്ചിരി വെള്ളം. എനിക്ക് മറ്റൊരു 2-3 ഗ്ലാസ് വെള്ളം കുടിക്കാനുള്ള ദാഹമുണ്ട്. അപ്പം ഞാൻ നേഴ്സിനോട് പറഞ്ഞു എനിക്ക് കുറച്ച് അധികം വെള്ളം വേണമെന്ന് പറഞ്ഞു. അപ്പം നഴ്സ് പറഞ്ഞു ഓക്കെ കുറച്ച് കഴിഞ്ഞിട്ട് തരാം എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് വെള്ളമൊക്കെ കൊണ്ടു തന്നു. പിന്നെന്താ, അങ്ങനെ പിറ്റേ ദിവസം എന്നെ ഡോക്ടർ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ റൂമിൽ പോയ സമയത്ത് ബേബിയെ നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. എന്നെ മോർണിംഗ് ഒരു 10-11 മണിയൊക്കെ ആയപ്പം റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. പക്ഷെ ബേബിയെ കിട്ടിയത് ഈവനിങ് ആണ്. അങ്ങനെ ബേബിയെ കിട്ടി, ഹാപ്പിയായി. പക്ഷേ എനിക്ക് ആ സമയത്ത് ആദ്യമായിട്ട് ബേബിയെ കണ്ടപ്പം എനിക്ക് ബേബിയെ എടുക്കാൻ അറിയത്തില്ല, ഒന്നും അറിയത്തില്ലായിരുന്നു. അത് പുതിയ അമ്മമാർക്കൊക്കെ മനസ്സിലാവുമല്ലോ. നമുക്ക് പിന്നെ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് പഠിച്ചു വരുവാണല്ലോ. നമ്മൾ പ്രഗ്നൻ്റ് ആവുന്ന സമയം തൊട്ട് മൊത്തത്തിൽ പിന്നെ അങ്ങോട്ട് മൊത്തത്തിൽ നമ്മളിങ്ങനെ ഓരോരോ കാര്യങ്ങൾ പഠിച്ചാണല്ലോ വരുന്നത്. അപ്പോൾ അങ്ങനെ ഞാനും ഓരോരോ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി അങ്ങനെ പോന്നു. ഇപ്പം ബേബിക്ക് 1 വയസ്സ് കഴിഞ്ഞ് 4 മാസമായി ഗൈസ്. അതാണ്. പിന്നെന്താ, ഇത് ബേബീനെ ഞാൻ ആദ്യമായിട്ട് എൻ്റെ കൈകൊണ്ട് എടുത്തപ്പോൾ ഉള്ള വീഡിയോ ആണ്. ആ സമയത്ത് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഗൈസ്, അവളുടെ ആ കുഞ്ഞു മുഖം കണ്ടപ്പോൾ. ഇതെന്ന് പറയുന്നത് Day 3 എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഞാനൊരു പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അവളെ പ്രഗ്നൻ്റ് ആയിട്ടിരുന്ന സമയത്ത് ഞാൻ എപ്പോഴും കേൾക്കുന്ന ആ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ പാട്ട് അതിൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ പാടി ആ സമയത്ത് എടുത്ത വീഡിയോ ആണ്. പിന്നെ ഈ സമയത്തൊക്കെ ശരിക്കും എനിക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്നു. സിസേറിയൻ ചെയ്തതിൻ്റെ നല്ല ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. തനിയെ ഒന്ന് എഴുന്നേക്കാനോ കംഫർട്ടബിളായിട്ടൊന്ന് കിടക്കാനോ ഇരിക്കാനോ നിൽക്കാനോ എന്തിനാണ് ഗൈസ് എനിക്കൊന്ന് തുമ്മാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. സിസേറിയൻ ചെയ്തപ്പം പുരിയല്ലേ, പക്ഷെ പിന്നെ പുരിഞ്ഞു. പിന്നെന്താ, പോകെ അതൊക്കെ ഓക്കെ ആയി വന്നു. ഏകദേശം ഒരു 6 ആഴ്ച എടുത്തു ഒന്ന് ഓക്കെ ആയി വരാനായിട്ട്. അപ്പം അത്രയേ ഉള്ളൂ എൻ്റെ ഒരു ഡെലിവറി എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ